ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എനിക്ക് പേഴ്സണലിയും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷൻ ത്രൂ ഒക്കെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് 2026 നല്ലൊരു ലാപ്ടോപ്പ് എങ്ങനെ ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി പഠിക്കണമെങ്കിൽ ഏത് ലാപ്ടോപ്പ് ചൂസ് ചെയ്യണം എന്നൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ മെയിൻലി ഈ ഒരു വീഡിയോയിൽ സൈബർ സെക്യൂരിറ്റി ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ പോലും നിങ്ങളൊരു IT ഫീൽഡിൽ വരാൻ പോകുന്ന ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്കും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറൗണ്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലാപ്ടോപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഞാനൊരു 3 സെക്ഷനായിട്ടാണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ സെക്ഷൻ എന്തുകൊണ്ട് നമ്മൾ സൈബർ സെക്യൂരിറ്റി അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം എങ്ങനെ എന്ത് സ്പെക്കുള്ള ഒരു ലാപ്ടോപ്പാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് എനിക്ക് പേഴ്സണലി നല്ലതെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ലാപ്ടോപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി എൻ്റെ സജഷൻ മാത്രമാണ്. ഞാൻ ഈ രണ്ടാമത് പറയുന്ന സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലാപ്ടോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ്ലി കാണാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. സോ നമുക്ക് ടൈം കളയാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് അത്യാവശ്യം നല്ല സ്പെക്കുള്ള ലാപ്ടോപ്പ് തന്നെ ചൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ടൈമിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറ്റ് എ ടൈം തന്നെ നമുക്ക് ലിനക്സും വിൻഡോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ഡയറക്ടറി ടെസ്റ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ലാബ് സെറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെർച്വൽ ബോക്സിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ സെക്യൂരിറ്റി ടൂൾസ് റൺ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ അറ്റ് എ ടൈം തന്നെ നമുക്ക് ബഗ് സ്യൂട്ടും അതുപോലെ തന്നെ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൂൾസും അങ്ങനെ മൾട്ടിപ്പിൾ ടൂൾസ് നമുക്ക് സെക്യൂരിറ്റി ടൂൾസ് അറ്റ് എ ടൈം തന്നെ റൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ റൺ ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം സ്പെക്കുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി ഹാങ് ആവുകയും നമുക്ക് പ്രോപ്പർലി ആ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആവാതെ വരിക, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റം കംപ്ലീറ്റ്ലി ക്രാഷ് ആവുക, ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനിഷ്യലി തന്നെ അത്യാവശ്യം നല്ല സ്പെക്കുള്ള ലാപ്ടോപ്പ് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി നിങ്ങൾ 2026 ലാപ്ടോപ്പ് മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളൊരു ജനറലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, ഹാർഡ്വെയർ സ്പെസിഫിക്കേഷന്. അതിൽ ഫസ്റ്റ് തന്നെ വരുന്ന റാമാണ്. റാം എൻ്റെ സജഷൻ വെച്ചിട്ടാണെങ്കിൽ ഒരു 16 GB റാമെങ്കിലും മിനിമം വേണം. ഇൻ കേസ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യലി ഒരു 8 GB റാം മേടിക്കാൻ വേണ്ടി പറ്റും. 8 GB റാമുള്ള ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 8 GB റാം എക്സ്പാൻഡ് ചെയ്തിട്ട് 16 GB അല്ലെങ്കിൽ 32 GB ആക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. രണ്ടാമത് സ്റ്റോറേജ്. സ്റ്റോറേജ് ഞാൻ മിനിമം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 1 TB ഹാർഡ് ഡിസ്ക് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലാബും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫയൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്റ്റോറേജ് ഒക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 1 TB ഹാർഡ് ഡിസ്ക് എങ്കിലും മേടിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അതും ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം ഒരു 512 GB എങ്കിലും പർച്ചേസ് ചെയ്യുക. അതിനുശേഷം ഇതും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് CPU ആണ്. CPU ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മിനിമം ഒരു i5 എങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ i3 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ലൈക്ക് i3 എങ്കിലും മിനിമം വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മിനിമം ഒരു i5 എങ്കിലും ഉള്ള ലാപ്ടോപ്പ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ജനറേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ i3 ഒക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 2026 നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് i5 എങ്കിലും ചൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുപോലെ തന്നെ Ryzen 5ഉം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു മിനിമം സ്പെസിഫിക്കേഷൻ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്പെസിഫിക്കേഷൻ വരുന്ന ഏത് ലാപ്ടോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഏത് കമ്പനി ആയാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ ഒരു കമ്പനി ചൂസ് ചെയ്യുന്ന ടൈമിൽ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ഏത് ബ്രാൻഡ് ആണെങ്കിലും ആ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ബ്രാൻഡിൽ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കറൻറ്റ്ലി ആമസോണിൽ അവൈലബിൾ ആയുള്ള കുറച്ച് നല്ല ലാപ്ടോപ്സ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് ലാപ്ടോപ്സിൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ജസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് നല്ലതെന്ന് തോന്നിയ ലാപ്ടോപ്പാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സ്പെക്ക് വെച്ചിട്ട് ഏത് ലാപ്ടോപ്പ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറൻറ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ലാപ്ടോപ്പ് ബ്രാൻഡാണ് ASUS. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലാപ്ടോപ്സ് കിട്ടുന്നുണ്ട്.
ഞാൻ സൈബർ സെക്യൂരിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ആസൂസിൻ്റെ ഒരു ലാപ്ടോപ്പാണ് യൂസ് ചെയ്തത്. ഇപ്പോഴും കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. ആസൂസിൻ്റെ വിവോ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലാപ്ടോപ്പാണ്. ഇപ്പോഴും ഞാൻ ആ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാപ്ടോപ്പാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഞാൻ എടുത്ത ടൈമിൽ ഭയങ്കര ലോ ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ i3 ആയിരുന്നു. അതുപോലെ തന്നെ 8GB RAM ആയിരുന്നു, 512 SSD ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ ഒരുവിധം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഇതിനെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു 1TB ആക്കിയിട്ടുണ്ടായിരുന്നു SSD, അതുപോലെ തന്നെ 16GB RAM ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പാണ്. പിന്നെ കുറെ കൂടെയൊക്കെ അഡ്വാൻസ് ആയി എനിക്ക് ലാപ്ടോപ്പ് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിക്കും. ഇപ്പോൾ കറന്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ വേണ്ടി പറ്റുന്ന ലാപ്ടോപ്പാണ്. ഇത് നമ്മുടെ ലെനോവോ ലീജിയൻ ആണ്. ലീജിയൻ 5 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സ്പെക്ക് ഉള്ള ലാപ്ടോപ്പാണ്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഇപ്പോൾ ലിസ്റ്റിലുള്ള ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലെനോവോയുടെ B15 G4 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മോഡലാണ്. ഇത് വന്നിട്ട് AMD Ryzen 5 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ 15.6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്. 16GB RAM ആണ് വരുന്നത്, 512 SSD വരുന്നുണ്ട്. സോ പിന്നെ വിൻഡോസ് 11 ആണ്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 52,990 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആസൂസിൻ്റെ വിവോ ബുക്ക് ഗോ എന്ന് പറഞ്ഞിട്ട് ഗോ 15 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ ഇത് വന്നിട്ടും AMD Ryzen 5 തന്നെയാണ്. 15 ഇഞ്ചാണ് വരുന്നത്. ഇതും 16GB RAM ആണ്, 512 SSD ആണ്, ഫുൾ HD ആണ്. പിന്നെ വിൻഡോസ് 11 വരുന്നുണ്ട്. നേരത്തെ കാണിച്ച ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ്, പക്ഷേ അസൂസ് ആണെന്നേ ഉള്ളൂ. പിന്നെ പ്രൈസ് വന്നിട്ട് 54,990 റുപ്പീസാണ്. ഒരു 3,000 റുപ്പീസ് എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അസൂസ് വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്ടോപ്പാണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. നമ്മുടെ ലെനോവൊക്കെ വച്ച് നോക്കും. ലെനോവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഹൈ വേരിയൻ്റൊക്കെയാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നത്. ഒരു ലോ വേരിയൻ്റ് അല്ലെങ്കിൽ മിനിമം ബഡ്ജറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അസൂസ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ലെനോവോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ലാപ്ടോപ്പ് വന്നിട്ട് ഇതും അസൂസിൻ്റെ തന്നെയാണ്. അസൂസ് വിവോ ബുക്ക് 15 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഇത് വന്നിട്ട് ഇന്റൽ i5 13th Gen ആണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ 16GB RAM വരുന്നുണ്ട്, 512GB SSD വരുന്നുണ്ട്, ഫുൾ HD 15.6 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ വിൻഡോസ് 11 അതുപോലെ തന്നെ ഓഫീസ് ഹോമും മൈക്രോസോഫ്റ്റ് 365 കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 60,000 റുപ്പീസാണ്, 60,990 റുപ്പീസാണ്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ നെക്സ്റ്റ് ലാപ്ടോപ്പ് വന്നിട്ട് HPയുടെ വിക്ടസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഇതിൻ്റെ പ്രോസസ്സർ നോക്കിക്കഴിഞ്ഞാൽ AMD Ryzen 7 ആണ്, 4GB RTX 2050 ആണ് ഇതിൻ്റെ ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ 16GB RAM വരുന്നുണ്ട്. ഇത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് 32 ഒക്കെ ആക്കാൻ വേണ്ടി പറ്റും. 512 SSD വരുന്നുണ്ട്, ഫുൾ HD ആണ്, 14Hz ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 15 ഇഞ്ചാണ് വരുന്നത്, വിൻഡോസ് 11 ഉണ്ട്, മൈക്രോസോഫ്റ്റ് 365 ഓഫീസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. ഇത് മെയിൻലി നമുക്ക് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറൗണ്ടർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് നോക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 70,900 റുപ്പീസാണ്. സോ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചുകൂടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് നോക്കാം. പക്ഷേ ഇതിനൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് അല്ല, മെയിൻലി ഒരു ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ്. അത്യാവശ്യം റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ ത്രൂ ചെയ്യാൻ വേണ്ടി പറ്റാം. നമ്മുടെ നെക്സ്റ്റ് ലാപ്ടോപ്പും ഒരു ഗെയിമിംഗ് സെഗ്മെൻറ്റിൽ വരുന്ന ലാപ്ടോപ്പ് തന്നെയാണ്. ഞാൻ എപ്പോഴും നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാനൊരു ഗെയിമിംഗ് സെഗ്മെൻറ്റിൽ വരുന്ന ലാപ്ടോപ്പാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു തരത്തിലുള്ള ലാഗോ ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റ് ലോ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിമം വരുന്ന ലെനോവോയുടെ അല്ലെങ്കിൽ ആസൂസിൻ്റെയൊക്കെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ലെനോവോയുടെ LOQ 2024 എന്ന് പറയുന്ന മോഡലാണ്. ഇത് 12th Gen ആണ്, i5 12th Gen ആണ് വരുന്നത്. ഇതിലും RTX 3050 6GB വരുന്നുണ്ട്.
അതിന് പുറമെ 16 GB റാം ഉണ്ട്, 512 SSD ഉണ്ട്, 15.6 ഇഞ്ചാണ് വരുന്നത്. വിൻഡോസ് 11 അതുപോലെ തന്നെ ഓഫീസ് ഹോമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 76,990 റുപ്പീസാണ്. ഇത് അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ് LOQ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആയുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലാപ്ടോപ്പായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പൊക്കെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്പെക്കിൽ വരുന്ന ലാപ്ടോപ്പ്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിൽ പോയിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഈ ഒരു ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഒരു ബെറ്റർ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാം, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെ വേണം എന്നുള്ള കാര്യം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാണുന്ന ആൾക്കാർക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പറഞ്ഞ ലാപ്ടോപ്പിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.